എല്ലാ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. അപ്പൊ ഏതായാലും കഴിഞ്ഞ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡ്സ് എല്ലാം നിങ്ങൾ കണ്ടുവെന്നറിയാം. ഇപ്പം നമ്മുടെ സ്വന്തമാണ് നിങ്ങൾ എല്ലാവരും. അപ്പോൾ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല എന്നറിയാം. എന്നാലും നിങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ ഓരോരുത്തരും നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. വെൽക്കം all of you and now you are watching Star Magic. അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലും ഒരുപാട് വിശേഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ അറിയാനൊക്കെ നമ്മുടെ മലയാള സിനിമയുടെ ഭാവമുഖം നമ്മുടെ സ്വന്തം ഷീലാമ്മ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാണ്. ഒരിക്കൽ കൂടെ സ്നേഹത്തോടു കൂടി ഷീലാമ്മയെ സ്വാഗതം ചെയ്യാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ആ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്രയും ഭംഗി. ആദ്യത്തെ അങ്ങനെ തുളുമ്പി വന്നുകൊണ്ടിരിക്കുക. എന്തൊരു ഭംഗിയാ ഷീലാമ്മേ. നമ്മുടെ സ്റ്റാർ മാജിക് കുടുംബത്തിൽ ജോയിൻ ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ യാത്ര? വളരെ സന്തോഷമായിരുന്നു. അത് നിങ്ങളെയൊക്കെ കാണുന്നതും ഇവിടെ വന്നതിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയെല്ലാം കാത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. നന്നായിരുന്നു അല്ലേ? ആ, ഇതുവരെയും വളരെ നന്നായിരുന്നു എല്ലാം. ശരി, അപ്പൊ ഈസ്റ്റർ എല്ലാം കഴിഞ്ഞു. ആ ഫ്ലേവറിൽ നിന്ന് നമ്മൾ ടോട്ടലി മാറി നമ്മുടെ അടുത്തൊരു എപ്പിസോഡ്. പക്ഷെ അറിയാലോ, സ്റ്റാർ മാജിക്കിലെ ഷീലാമ്മ വന്നിട്ടുണ്ട്. നമ്മുടെ സെലിബ്രേഷൻസ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. സോ ആ ഒരു സെലിബ്രേഷനെ മാറ്റി കൂട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ ടീം മെമ്പേഴ്സിനെയും കൂടെ ഇൻവൈറ്റ് ചെയ്യണം. ഓഡിയൻസ് വിളിക്കട്ടെ അവരെ. സോ ലെറ്റ്സ് വെൽക്കം ദ എൻറ്റയർ ടീം to Star Magic. അപ്പൊ ഇതിൽ നിങ്ങളെക്കാളും മുമ്പ് അരമണിക്കൂർ നേരത്തെ നമ്മുടെ ഷീലാമ്മ ഇവിടെ ഹാജർ വെച്ചിട്ടുണ്ട്. ഷീലാമ്മയെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യാണ്. അപ്പൊ നമ്മുടെ കോമഡിയുടെ കെട്ടഴിക്കാനായിട്ട് നമ്മൾ എല്ലാരും റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? ഞങ്ങൾ റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു പുതിയ സൂത്രം ഉണ്ട്. അപ്പൊ അങ്ങനല്ല, അപ്പൊ കോമഡിയുടെ കെട്ടഴിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു കോമഡി അടിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തതിന്റെ കെട്ടഴിക്കാം. ലക്ഷ്മി എന്നാ ഒരു കോമഡി അടിച്ച് ഉദ്ഘാടനം ചെയ്തതിന്റെ കെട്ടഴിച്ച് താഴെ ഇട്ടാണ്. അല്ലല്ല, എനിക്ക് ഗെയിമിന് പേരിടാൻ മാത്രമേ അറിയുള്ളൂ. അല്ലല്ല, ഇയാള് കോമഡി പറഞ്ഞിട്ട് എന്റെ കെട്ടടിച്ചാൽ മതി. ശരി ശരി, ഓക്കെ 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 ഓക്കെ, ഞാൻ പറയാം. കോമഡി ഇവരോട് പറയേ, സ്റ്റാർ മാജിക്കില് നിങ്ങളുടെ കണ്ണ്, ഞങ്ങൾ തരുന്നു ഫണ്ണ്, ചിരിച്ചു കപ്പും മണ്ണ്. എങ്ങനെയുണ്ട്? ഇത് ഗെയിമിന് പേരിടുന്ന പോലെ പ്രാസം വെച്ച് പറയണം. ഇത് പറഞ്ഞത് പെണ്ണ് ആണ്. ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് പറയണം, പ്രാസം ഒപ്പിച്ച് പറയണം. അല്ലേ, ഇതിന്റെ ബാക്കി ഒന്നുകൂടെ ഉണ്ട്. നിന്റെ തലയില് മണ്ണ്, എന്റെ തലയില് മണ്ണ്, ഇവന്റെ തലയില് ചെളി. അല്ല ടീമേ, എന്നാ ഞാൻ പറയട്ടെ. എനിക്കുണ്ട് ക്രഷ്, വീട്ടിലുണ്ട് ബ്രഷ്, നാട്ടിലെല്ലാം റഷ്. ഇങ്ങനെ പറയണം. നിനക്കൊണ്ടൊരു ശിക്ഷ. പറമ്പിൽ കിടക്കണ പുല്ല്, വായിലിരിക്കണ പല്ല്, നിനക്കിട്ടിരിക്കട്ടൊരു തല്ല്. അങ്ങനെയാണെങ്കിൽ എന്റെ ഉണ്ട്. വക്കീലിനുണ്ട് കക്ഷി, പനേരമള്ളി യക്ഷി, സ്റ്റാർ മാജിക്കൽ ലക്ഷ്മി. ഞാൻ പറയാം. കുളത്തിലുണ്ട് പരള്, വീട്ടിൽ കിടക്കും ചരള്, നീ എന്റെ കരള്. ഞാൻ പറയാം. തെങ്ങിലുണ്ട് കള്ള്, മുരിക്കിലുണ്ട് മുള്ള്, ഞാൻ പറയുന്നത് മൊത്തം തള്ള്. അപ്പൊ അങ്ങനെ ഇല്ലെങ്കിൽ ഇവന്മാര് കേറി പറയൂ. അല്ലല്ല, ഇങ്ങനെ പറഞ്ഞപ്പോ വൈകയ്ക്കൊരു വിഷമം. ഞാൻ പറയാം, കാട്ടിലുണ്ട് കൈത, പെറോട്ടയിലുണ്ട് മൈദ, ചെന്നൈയിലുണ്ട് വൈക. ഞാൻ പറയട്ടെ, ഖത്തറിലുണ്ട് അത്തർ, ലിക്കറിലുണ്ട് ഒരു കിക്കർ, പക്ഷെ സുതിക്കില്ല നിക്കർ. ഞാൻ പറയാം, ഇതാണ് എന്റെ ഫ്ലോറ്, ഞാനാണ് ഇവിടെ ജോറ്, ബാക്കി എല്ലാരും ബോറ്, അവർക്കിഷ്ടം ബാറ്. എന്റെ കയ്യിൽ വാച്ച്, എന്റെ പപ്പ റിച്ച്, ഞാൻ നിന്റെ കൊച്ച്, നീ എന്നും ഒച്ച്. അച്ഛനിട്ട് സ്കോച്ച്. റിനി എന്തോ പറയാൻ വേണ്ടി ഒച്ച വെച്ച് വരുന്നു. കുളിക്കാനുണ്ട് മഗ്, വീട്ടിലുണ്ട് പെഗ്, തീരുമ്പോൾ ഒരു ഹഗ്, എനിക്കുണ്ടൊരു പഗ്, ഞാനൊരു തഗ്. റിനി, വീട്ടിൽ പെഗുണ്ടെന്ന് പറയല്ലേ, 1-ാം തീയതി സുധി വീട്ടിൽ വരും. അല്ലല്ല, അങ്ങനെ സുധി വരുമെന്ന് പറഞ്ഞപ്പോ വേറൊരു സാധനം ഞാൻ പറയട്ടെ. ചന്തു കാണിച്ചത് ചതി, ഉച്ചയ്ക്ക് തിന്നാൻ പൊതി, ബാറിനകത്ത് സുധി. പുറത്തു പോകാൻ ഗേറ്റ്, ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ്, എനിക്കുമുണ്ടൊരു വെയിറ്റ്.
എത്ര കിലോ ഉണ്ടാവും? പാടാനായൊരു പാട്ട്, പാടാനായൊരു പാട്ട്, എഴുതാനായൊരു നോട്ട്, വേണ്ടേ നിനക്കൊരു കൂട്ട്. പിന്നെ അടുത്തൊന്ന് പറയാം. റേഷൻ കടയിൽ കന്നാസ്, ബിരിയാണിയുടെ കൂടെ സല്ലാസ്, പന്തളത്ത് ഉല്ലാസ്. ഹലോ, ടീമിന് എനിക്കുണ്ട് മുണ്ട്, വീട്ടിലുണ്ട് ഞണ്ട്, പൂവിലൊരു വണ്ട്. ഞാൻ പറയാം. നാട്ടിലുണ്ട് പട്ടി, ബാങ്കിലുണ്ട് ചിട്ടി, എനിക്കുണ്ട് കുട്ടി, കുട്ടിക്കൊണ്ടൊരു ചട്ടി. ആ ചട്ടി രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് തങ്കച്ചനും കൂടെ കൊടുക്കണം. അവനാകുമ്പോ കറക്റ്റ് ആയിരിക്കും. അവന് ഫ്രില്ല് വെച്ചതാ ഇഷ്ടം. എന്നാലും എന്ത് രസമായിട്ടല്ലേ ഒരു ത്രെഡിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമ്മളത് കൊണ്ടുവന്ന്. ഇല്ല തീർന്നില്ല ഒന്നും കൂടെ ഉണ്ട്. ഒരു മിനിറ്റ് ഞാനൊന്ന് ഷീലാമ്മയിലേക്കും കൂടെ, ഷീലാമ്മയോടും കൂടെ ഒന്ന് ചോദിക്കാം. ഞങ്ങളുടെ കൂടെ ഗെയിം കളിക്കാൻ ഒന്ന് ജോയിൻ ചെയ്യോ? ഒന്ന് ട്രൈ ചെയ്യൂ പ്ലീസ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ. ബാങ്കിൽ കിട്ടും ലോണ്. ഓക്കെ. ഇതാണ് എന്റെ ഫോണ്. ഞാനാണ് ഇവിടുത്തെ ഡോണ്. അടിപൊളി. ഇതാണ് ആ ഒരു മീറ്ററും ആ ഒരു വൈബും കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കും. എന്തായിരുന്നു? കാളക്ക് 2 കൊമ്പ്, ബിരിയാണിക്ക് 2 ചെമ്പ്, നിനക്ക് എന്തിനാ ഇത്ര വമ്പ്? അടുത്ത ഒന്നും കൂടെ ഉണ്ട്. പിടിച്ചോ. തെരുവ് നിറച്ച് പട്ടി, സ്വർണം വെക്കാൻ പെട്ടി, മുഖം നിറച്ച് പുട്ടി. അത് വേറല്ല. എനിക്ക് അത്ര ഇഷ്ടമില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പുട്ടി കഴിയുകളാ. വൈകാണ് പറയണ, വൈക പറയൂ. അടിച്ചാ പോവും പല്ല്, പറിച്ചാ പോവും പുല്ല്, എനിക്കിഷ്ടം സ്റ്റില്ല്. അങ്ങനെയാണെങ്കിൽ ഏതായാലും ഞങ്ങളെ കൊണ്ട് ഇത്രക്കൊക്കെ പറ്റുള്ളൂ. കുറെ പേര് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് എഴുതിയിട്ടുള്ള സംഗതികൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളത് എടുക്കുന്നു, ഞങ്ങളത് വൈറലാക്കി തരുന്നു. അത് എഴുതിയ എല്ലാവർക്കും നന്ദി. അപ്പൊ ഏതായാലും സ്റ്റാർ മാജിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ശീലമേ, ജയറാമേട്ടൻ എന്ന് പറയുമ്പോ എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ബന്ധത്തെ പറ്റി ഒന്ന് പറയോ? ചെന്നൈയിലുള്ളവരാണ് ഞങ്ങൾ എല്ലാവരും. ജയരാം പറയുന്നത് ഞാൻ എന്തോ ആനപ്പാച്ചലിൽ അഭിനയിക്കാൻ വന്നപ്പോൾ എന്നെ കാണാൻ വന്നു എന്നൊക്കെ ജയരാമൻ പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല ജയരാം എന്താ പറയുന്നത്. പക്ഷെ ഞാൻ കാണുന്നത് മനസ്സിനക്കരയിലാണ് കാണുന്നത്. അപ്പോൾ ഞാൻ കുറെ നാള് കഴിഞ്ഞിട്ടല്ലേ പടത്തിൽ അഭിനയിക്കാൻ വന്നത്. ഇവരാരും വലിയ പരിചയമില്ല എനിക്ക്. സത്യനന്ദികാരന് മാത്രം പരിചയം ഉണ്ടായിരുന്നു. ഒരു ഹോട്ടലിൽ വന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ സമയത്ത് സത്യൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഷീലാമ്മേ, ഞാനൊരു കഥ വെച്ചിട്ടുണ്ട്, ഷീലാമ്മ അഭിനയിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ അത് എടുക്കുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ അഭിനയം വേണ്ടെന്ന് വീട്ടിലിരിക്കുന്ന സമയമായിരുന്നു. ഇനി ഞാൻ അഭിനയിക്കല, എനിക്ക് മതിയെന്ന്. അപ്പോൾ അല്ല, അങ്ങനെയല്ല, അങ്ങനെ പറയരുതേ, ഷീല ചേച്ചി അഭിനയിക്കുകയാണെങ്കിൽ മാത്രം ഞാനത് എടുക്കും, അല്ലേ എടുക്കില്ല എന്ന് പറഞ്ഞു. ആ ഫംഗ്ഷൻ്റെ ഇടയ്ക്ക് അത് എങ്ങനെ ഇരുന്നുകൊണ്ട് എന്നോട് കഥ പറയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ സത്യം, ഇങ്ങനെ ഇരുന്നു കഥ പറഞ്ഞാൽ പോരാ, ഈ ഫംഗ്ഷൻ കഴിഞ്ഞ പിന്നെ നമുക്ക് ലോബിയിലിരുന്ന് നമുക്ക് പറയാതെ പറഞ്ഞ് അങ്ങനെ കഥ പറഞ്ഞ് അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ജയറാം എന്നുള്ള ആർട്ടിസ്റ്റാണ് അഭിനയിക്കുന്നത്. അപ്പം ജയറാമിൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഷൂട്ടിങ്ങിന് പോയപ്പോഴേ ഞാൻ ഔട്ട് ഓഫ് ടച്ചാണ് എനിക്ക്. ഇവരെല്ലാം പുതിയ ആൾക്കാർ. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം പോയത് കാരണം എനിക്കൊരു മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ സത്യനും അവരോടൊക്കെ പറഞ്ഞ് നിങ്ങളെപ്പോഴും ഷീലാമ്മയെ നല്ല സന്തോഷമായിട്ട് ചിരിച്ച്, ഇന്നസെൻ്റോടും സിദ്ദിഖ് ഇവരെല്ലാം എപ്പോഴും എന്നോട് എന്തെങ്കിലും ഒരു കാര്യങ്ങളും പറഞ്ഞ് എന്നെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രേമാണ്, മറ്റേ മറിച്ചതാണെന്നൊക്കെ പറയും. അപ്പം ഞാൻ പറഞ്ഞു, ഈ പ്രായത്തിൽ പ്രേമിക്കാതെ പിന്നെ എപ്പോഴാണ് പ്രേമിക്കുന്നത് എന്നൊക്കെ ഞാൻ ചുമ്മാ കളിയായിട്ടൊക്കെ പറയും. അവിടെ വെച്ചാണ് ഞാൻ ജയരാമനെ കാണുന്നതും ഒരുപാട് സന്തോഷമായിരുന്നു. എനിക്ക് ജയരാമനോട് അഭിനയിക്കുമ്പോൾ ഒക്കെ നസീർ സാറുമായിട്ട് എന്തോ ഒരു സാമ്യമുണ്ടെന്ന് തോന്നും. അതല്ലാതെ ആ പടത്തിൽ കാണിക്കുന്നതൊക്കെ നസീർ സാറിന്റെ പോലെയുള്ള ഒരു വേഷമാണല്ലോ. ജയറാമേട്ടനും ഈ സെയിം കാര്യം തന്നെ ഇവിടെ വന്നപ്പോ മെൻഷൻ ചെയ്യുന്നുണ്ടായി. ആണോ? എപ്പിസോഡിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും. എനിക്കൊരു അത്ഭുതം തോന്നി. അയ്യോ, ആ ശബ്ദം അവിടെ വന്ന് നിൽക്കുന്നതും ഇങ്ങനെയൊക്കെ ഷർട്ടൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ ചെയ്യുമ്പോഴേ ഒരുമാതിരി കോരി തെരിച്ചു എനിക്ക്. അയ്യോ, എന്താ ഇതെന്ന് ഒരുമാതിരി ആയിരുന്നു. ശീലമേ, ഒരു ചോദ്യം ചോദിച്ചാൽ ബുദ്ധിമുട്ടാവോന്ന് അറിയില്ല. അഭിനയിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു നടൻ, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടനാരാ? ഞാൻ ഒരു 50-60 പടത്തിൽ സത്യൻ സാറോട് അഭിനയിച്ചിട്ടുണ്ട്. 107 പടം എന്നൊക്കെ പറയുന്നു സത്യൻ സാറോട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-70 പടത്തിൽ ഞാൻ മധുരോട് അഭിനയിച്ചിട്ടുണ്ട്. കംഫർട്ടബിൾ പറഞ്ഞ് ഇവരെല്ലാം എന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെച്ചിരുന്നു. ഒരു പേഴ്സൺസ് ഇഷ്ടം കൂടുതലും ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്? എനിക്ക് അങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ മധു സാറാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു പടം ഡയറക്റ്റ് ചെയ്തു, യക്ഷഗാനം. അപ്പോൾ ഞാൻ പറഞ്ഞു, മധു സാറേ, ഞാനിങ്ങനെ ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്കൊരു ആശയമാണ് ഡയറക്റ്റ് ചെയ്യണം, കഥ ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്തിനാ, കഥയൊന്നും പറയണ്ട, ഞാൻ അഭിനയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പടത്തിൽ അഭിനയിച്ചു. അതുപോലെ അങ്ങേര് മാന്യശ്രീ വിശ്വാമിത്രൻ എന്നൊരു പടം എടുത്തു. അങ്ങേരാണ് ഡയറക്ടർ. എന്നോട് പറഞ്ഞു, ഷീലേ, ഞാൻ കഥ പറയാൻ പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, ഒന്നും കഥ പറയണ്ട,
ഞാനാണല്ലോ ഹീറോയിൻ. അതുപോലെ തന്നെ ഞാൻ തിരിച്ചങ്ങോട്ടും പറഞ്ഞു. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു മധു സാറോട് അഭിനയിക്കുമ്പോൾ. ഭയങ്കര ഒരു ഫ്രണ്ടാണ്. ബാക്കിയുള്ളവരെല്ലാവരും ഒരു വേറെ വേറെ പരിധികളാണ്. സത്യം മാസ്റ്ററോട് അഭിനയിക്കുമ്പോൾ ഒരു കൂൾ മാസ്റ്ററുടെ കൂടെ നസീർ സാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇങ്ങനെ ഒരു വളരെ എല്ലാവരോടും ഒരു മാതിരിയൊക്കെ സംസാരിക്കുന്ന ആളാണ്. പക്ഷേ മധു സാർ അങ്ങനെയല്ല. എന്നോട് എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എനിക്ക് വലിയ ഇഷ്ടം മധു സാറോട് അഭിനയിക്കുന്നത്. ഇപ്പൊ അഭിനയം മാത്രല്ല, സംവിധാനത്തിലുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്, ചിത്രരചനയുണ്ട്, അങ്ങനെ എല്ലാ മേഖലയിലും ശരിക്കും ഷീലാമ്മ തന്റേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് അല്ലേ ഷീലാമ്മ? എല്ലാത്തിനും കുറച്ച് ചെയ്തു നോക്കും. പക്ഷേ എൻ്റെ തൊഴിൽ എന്ന് പറഞ്ഞാൽ അഭിനയമാണ്. ഏറ്റവും സ്പാർക്ക് കിട്ടുന്നത് എനിക്ക് അഭിനയിക്കുന്ന ഇഷ്ടം. നല്ല നല്ല പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ആയിരിക്കണം. ചുമ്മാ അഭിനയിച്ച് ഇതന്നെ. പക്ഷേ വലിയ വലിയ ആർട്ടിസ്റ്റ് അഭിനയിക്കുന്ന പടങ്ങൾ തിയേറ്ററിൽ പോലും ഓടാതെ പോകുമ്പോഴേ മനസ്സിന് ഭയങ്കര സങ്കടമുണ്ട്. ഇപ്പോൾ ഹീറോസിൻ്റെ പടം ഓടിയില്ലെങ്കിൽ ഇന്നാരുടെ പടം ഓടിയില്ല എന്ന് പറയും. പക്ഷേ ഹീറോയിൻസിൻ്റെ പടം ഓടിയില്ലെങ്കിൽ ഷീല അഭിനയിച്ച കാരണം പടം ഓടിയില്ല എന്ന് പറയത്തില്ല. പെണ്ണുങ്ങളുടെ പേര് ഒരിക്കലും പറയത്തില്ല, ആണുങ്ങളുടെ പേരേ പറയുള്ളൂ. കാരണം ഹീറോസിനെ കിട്ടിയിരിക്കുന്നത് തലയിൽ വെച്ചിരിക്കുന്ന കിരീടാണ്. പക്ഷെ എന്ത് കിരീടാന്നോ? മുൾക്കിരീടാണ്. സ്വർണം കൊണ്ടുള്ള മുൾക്കിരീടാണ്. ഒരു പടം പൊട്ടിയാലുണ്ടല്ലോ ആ പോക്കാ കേട്ടോ. അവൻ പോയി, അവനവിടെ പോയി ഇനി എന്താ അവൻ രക്ഷയില്ല കേട്ടോ എന്ന് പറയും. ഹീറോയിൻസ് അഭിനയിച്ചാൽ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. അതാണ്. അപ്പോൾ ചേട്ടന്മാരുടെ മനസ്സിൽ ഒരു ചെറിയൊരു ബോംബ് ഇട്ടുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഷീലാമ്മ ഭയങ്കര ഭാഗ്യവതിയാണ്. എന്തോ അതൊരു പുതിയ അറിവാണല്ലോ. ചെന്നൈയിൽ ചെല്ലുമ്പോൾ അവിടെ ജയറാമിനെ കാണാം. സ്റ്റാർ മാജിക്കിൽ വരുമ്പോൾ അവിടെയും ജയറാമിനെ കാണാം. അപ്പോ ആ ഒരു ഭാഗ്യവതി നമ്മളോടൊപ്പം നമുക്ക് ഇങ്ങോട്ട് ലക്ക് അല്ലെങ്കിൽ ഭാഗ്യം നൽകാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു. ഇത് സ്റ്റാർ മാജിക്. ഇനി പവർ കൂടാണ് മോനെ. Kharail malara lama ada ultan ilnaku antul aligibul hakim. പുള്ളിനെ പരിചയമില്ല. Ya hilhanis അവിടെ ആൻസ് ഒന്നുമില്ല കയ്യില്, അതൊന്നും പറയരുത്. ആരെങ്കിലും ഒന്ന് പറയടാവേ, അറബി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? പിന്നെ വിളിയാ ആ തുണി പിടിച്ച് മൊത്തത്തിലങ്ങ് മൂടാക്കി പകുതി വൃത്തികേടങ്ങ് മാറിക്കിട്ടെ. കോമഡി. ആ അറബിയല്ല, ആ പറഞ്ഞില്ലേ അറബിയല്ല, അറബിയല്ല. അലീബി 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 ഒന്ന് പറയാൻ മനസ്സിലാവുന്നില്ല. ഇവിടെ ആർക്കെങ്കിലും അറബി അറിയോ? അറിയാം. നിൽക്കുന്നതാണ് അറബി. ഓ അതല്ല, അറബി സംസാരിക്കുവോന്ന്. പിന്നെ സംസാരിക്കില്ല, എത്ര നേരം ഞങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമല്ലായിരുന്നു അറബി. ബായി അറബി സംസാരിക്കുവോന്ന്. അയ്യോ, ബായി അറബി സംസാരിക്കില്ല, ബംഗാളി ഭാഷ മാത്രം സംസാരിക്കുള്ളൂ. ചിലപ്പോ ഹിന്ദി സംസാരിക്കും. പെരുമ്പാവൂർ ചെല്ലണം എന്നാ ബംഗാളിയൊക്കെ മലയാളം പറഞ്ഞിട്ട് നമ്മൾ ഞെട്ടിപ്പോകും. സാറ് അറബി സംസാരിക്കുവോന്ന്. ഞങ്ങളുടെ സാറ് അറബി സംസാരിക്കുമെന്നോ? അറബി മാത്രമല്ല, മലയാളം, കണക്ക്, ഹിന്ദി, തമിഴ്, ഉറുദു, സാമൂഹ്യ പാഠം എല്ലാം. ലാസ്റ്റ് ഡ്രില്ല്. എടാ ഊളെ, നിനക്ക് അറബി അറിയാമോന്ന്? എന്നോടാണ് ചോദിച്ചേ. ഊളേന്നോ? അത് തറവാടി. എനിക്കറിയില്ല കേട്ടോ അറബി. നമുക്കൊക്കെ അറബി അറിയാൻ പറ്റുമോ? അല്ലല്ല, എനിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഒരു ഊളകൾക്കും അറബി അറിയില്ല. മലയാളം സംസാരിക്കും, പക്ഷെ എഴുതാനും വായിക്കാനും ആർക്കും അറിഞ്ഞുവിടുന്നു. അബദ്ധത്തിൽ മലയാളത്തിൽ കൗണ്ടർ അടിച്ചാൽ അതിൽ മക്കം വീഴും. വെള്ളം ഉടപ്പെട്ടവന് സത്യം അതെടുത്തില്ല, അറിയില്ല. അതായത് സാധാരണ ഈ അറബികളൊക്കെ ഒട്ടകത്തിന്റെ പുറത്തല്ലേ വന്നത്? അതെ. നിങ്ങൾ ഒട്ടകത്തിന്റെ പുറത്താണ് വന്നത്? ഒട്ടകത്തിന്റെ പുറത്താണ് വന്നത്. ഒട്ടകം വെളിയിൽ വെള്ളം കുടിച്ചോണ്ടിരുന്നത്. വെള്ളം കുടിച്ചോണ്ടിരിക്കല്ലേ? വെളിയിൽ വെള്ളം കുടിച്ചോണ്ടിരുന്നത്. അത് കുഴപ്പമില്ല, അകത്ത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വെള്ളം കുടിച്ചോളും. മനസ്സിലായില്ല? ഈ സ്കിറ്റിന്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണേ. നിങ്ങളുടെ പേരെന്നാ?
അറബിയുടെ അപ്പൊ അതൊന്നും ചോദിച്ചില്ലേ? ഇല്ല. അറബിയുടെ പേര് ഷേഖ് ജാസിം അൽ മുബാറക് മെഹബാനി. അത് ഞങ്ങൾക്ക് പറയാൻ അറിയാൻ പാടില്ല. പള്ളിയിൽ വിളിക്കുന്ന പേര് മോഹനൻ. മോഹനോ? അങ്ങനെ വിളിച്ചാൽ മതി. മോഹനൻ അറബി. ഞങ്ങൾ മോഹനൻ അറബിന്നേ വിളിക്കുള്ളൂ. മോഹൻ അറബി. മോഹൻജി. അല്ല നമ്മള് ആരാ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ അറബിയുടെ മാനേജറാണ്. 22 വർഷമായിട്ട് ഞാൻ അറബിയുടെ കൂടെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. 25 വർഷമായിട്ട് അപ്പൊ അവനെ പറ്റിച്ചോണ്ടിരിക്കുവല്ലേ? മനസ്സിലായില്ല? അല്ല മാനേജറെ പേരെന്നാ? എന്റെ പേര് അലി ബി. അത് അലി എന്നാണ് പേര്. അറബിയുടെ കൂടിയതിനു ശേഷം ഞാൻ ബി ചേർത്ത് അലി ബി. ഭാര്യയുടെ പേര് സുരഭി, മോന്റെ പേര് അബി. ഒന്നിന് തടയിട്ടിട്ടുണ്ട്, ജനിച്ചാൽ ഹണീബി എന്ന് ഞങ്ങളുടെ പേരിടും. പിന്നെ അത് മാത്രമല്ല, ഞാൻ എന്നെ ഗൾഫിൽ കയറ്റി വിട്ടത് എന്റെ മുത്തച്ഛനാണല്ലോ. അങ്ങനെ മുത്തച്ഛനെ ഞാൻ ബഹുമാനപൂർവ്വം ഞാൻ വിളിക്കുന്നത് ബിഗ് ബി. ബിഗ് ബി. നിങ്ങളൊക്കെ വലിയ തറവാടികളായിട്ട് ബിഗ് ബി എന്ന് വിളിക്കുന്നു. എന്റെ മുത്തച്ഛനെ ഒന്ന് വിളിക്കണം, വിളി കേൾക്കണം. ചാക്കയെന്ന് ഇറങ്ങി ഒരു ഓട്ടോ ഓടിയിട്ട് 3 പശുവിനെ ഇടിച്ചിട്ടാ വിളി. വേറൊന്നും വിചാരിക്കരുത്, ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് നേരെ ഇറങ്ങി ഇങ്ങോട്ടാണ് വന്നത്. ഞാനും അറബി ഇത്ര നേരമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. നോമ്പായതുകൊണ്ടാ. അല്ലല്ല, നോമ്പായോണ്ടല്ല. ഇവിടെ വന്നപ്പോഴാണ് അറബി പറഞ്ഞ പേഴ്സ് എടുക്കാൻ മറന്നുപോയെന്നു. ഇവിടുത്തെ കടയിൽ നിന്ന് ഭക്ഷണം ഫ്രീ ആയിട്ട് തരില്ല. ഞാൻ അറിഞ്ഞു ഇയാൾ പേഴ്സ് എടുക്കാതെ എന്നെ പേടിക്കണം. ഒരു പ്രശ്നമില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തില് ഞങ്ങൾ ഇവിടെ ചാനലിലെ എല്ലാ സെറ്റപ്പൊക്കെ ഉണ്ട്. കൊടല് കത്തറ അല്ല ഫുഡ്. അറബി എല്ലാത്തിന്റെയും ബാക്കിൽ കൊണ്ട് ഹായ് ഇട്ടങ്ങ് ഫില്ല് ചെയ്യണം. ശരിക്കും മലയാളം അറിയാവുന്ന ആളാണോ? എവിടെന്ന്? എന്റെ കൂടെ നിന്നൊരു 22 വർഷമായിട്ട് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ തൊട്ട് ചെറുതായിട്ട് മലയാളം പറയാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ അറബിക്ക് എല്ലാ ഭക്ഷണവും പിടിക്കില്ല. നിങ്ങൾ ചില ഭക്ഷണം അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞത് കൊണ്ട് അറബി കഴിക്കും. കാര്യം ഞാൻ പറഞ്ഞാൽ കേൾക്കും. കാര്യം ഞങ്ങൾ തമ്മിൽ രക്തബന്ധമാണല്ലോ. പിന്നെ രക്തബന്ധമുണ്ട്. അപ്പൊ അറബിയിൽ അടിച്ചുതളിക്കാർ യാനയിലുണ്ടായ ജാരസന്ധതിയാണ്. മനസ്സിലായില്ല? അല്ല, അങ്ങനെ എന്ത് ബുൾഗാൻ വെച്ചിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഒരു വല്ലായ്മ മുഖത്ത് കിടന്നിങ്ങനെ തള്ളി കളിക്കുക. അങ്ങനെയല്ല, ഞങ്ങൾ തമ്മിൽ ഭയങ്കര രക്തബന്ധമാണെന്ന്. അതായത് അറബിക്ക് ചില സമയത്ത് ദേഷ്യം വരും. ചില വാക്കുകൾ കേട്ട പുള്ളിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റൂല. ഭയങ്കര ദേഷ്യപ്പെട്ട് അവിടെ കിടന്ന് അലറുമ്പോ ഞാൻ ഓടി അറബിയുടെ ഫ്രണ്ടിൽ ചെല്ലും. എന്റെ മുഖം കാണുമ്പോ അറബിയുടെ ദേഷ്യം അങ്ങ് മാറും. ആണല്ലേ? ചിലർക്ക് എങ്ങനെയാ അത് ദേഷ്യം മാറുന്നത്? എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓടിച്ചത് അറബിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചിരിയുണ്ട്. എന്നിട്ട് ഞാൻ പയ്യന്റെ ഷർട്ട് അങ്ങ് ഊരും. എന്നിട്ട് ഫ്രണ്ടിലൊരു തൂണുണ്ട്, അതിൽ പിടിച്ചോണ്ടങ്ങ് നിൽക്കും. മറ്റേ ദേഷ്യം ഉള്ളി കിടക്കുകയല്ലേ, പുള്ളിയുടെ ചാട്ടമാറിപ്പുണ്ട്. പിന്നെ ഒട്ടകത്തിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്, നനയാതെ കെട്ടി വെച്ചിട്ടുണ്ട്. ആ ചാട്ടമാർ വലിച്ചൂരും. എന്റെ മുതുകിലൊരു 100-120 അടിച്ചു. ആണോ? അപ്പൊ അറബിയിലെ ബിനുവടിമാലിയാണോ ഈ നിൽക്കുന്നത്? നിങ്ങളുടെ ശ്രീവിദ്യയാണോ ഈ നിൽക്കണേ? എന്റെ ശ്രീവിദ്യ അതെ, അങ്ങനെ നിൽക്കുമല്ലോ. ഈ 120 അടി കൊള്ളുമ്പോ എന്റെ മുതുകുന്ന് ചെറുതായിട്ടൊന്ന് രക്തം വരും. ചെറുതായിട്ട് രക്തം വരും. അപ്പൊ അറബിക്ക് അങ്ങ് സമാധാനം. അതാണ് ഞങ്ങൾ നമ്മളെ രക്തബന്ധം. രക്തം കണ്ടു കഴിഞ്ഞാൽ അപ്പം അറബി അങ്ങ് ശമിക്കും. അല്ല, വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറബിക്ക് ഒരു പെണ്ണ് വേണം. നീ എന്നോട് പറഞ്ഞു ഇവിടുത്തെ പെമ്പിളേരോട് പറയരുത് ആടി കൊണ്ട് ചുരുളും നീയും അറബിയും. എന്താണ് അങ്ങനെ പറഞ്ഞ? ഈ മുഖത്തിന് പറ്റ പെണ്ണുങ്ങളുണ്ടോ അവിടെ? അറബിക്കൊരു മകനുണ്ട്. ആ മകന് ഈ സ്റ്റാർ മാജിക് ഒരു പെണ്ണിനോട്. കാര്യം ഇത്രയും തൊലിക്കെട്ടുള്ള പെണ്ണ് ലോകത്ത് കിട്ടില്ല എന്നാണ് മകൻ പറയുന്നത്. മകനാണോ? അതെ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, മകനും ഈ ടൈപ്പ് സാധനമാണോ? അറബിയുടെ മകൻ ഒരിക്കലും ഈ ചായ അല്ല. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ ഏത് പെമ്പിളേരത്തെ നോക്കിയെടുത്തോ. ഇവിടെയോ നിന്നിട്ട് രക്ഷപ്പെടുന്നില്ല, ഗൾഫിലെങ്കിലും പോയി രക്ഷപ്പെടട്ടെ പാവങ്ങള്. നിങ്ങൾ വിചാരിക്കും പോലെ അല്ല അറബി. കോടീശ്വരനല്ലേ? ആണോ? പിന്നെ ഭയങ്കര കോടീശ്വരൻ. ഈ പുള്ളിയോ? ഈ അറബിക്കുള്ള സ്വത്ത് മൊത്തം മോനാണ്. കെട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യം അതും മനസ്സിലാക്കണം. ഈ അറബിക്ക് സ്വന്തമായിട്ട് 120 ഏക്കർ മരുഭൂമിയുണ്ട്. ഗൾഫില് മരുഭൂമി കിട്ടിയിട്ട് എന്നാ കാര്യം? ഹലോ സുഹൃത്തെ, മരുഭൂമി കിട്ടിയിട്ട് എന്താ കാര്യമെന്നോ? ഈ ലോകത്ത് എവിടെ കപ്പലണ്ടി വറക്കണമെങ്കിലും ഈ അറബിയുടെ മരുഭൂമിയിലെ മണൽ വേണം. പിന്നെ അതിനകത്തുള്ള കിണ്ടി വരുന്നത് ഇത് കഴിച്ചു കൊടുക്കുന്ന ആരാ? എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടൻസ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഈ ലോകത്തുള്ള എല്ലാ ഈ ആശാം പള്ളിക്കൂടല്ലേ, ആശാം പള്ളിക്കൂട പിള്ളേരെ നിലത്തിൽ എഴുതില്ല, ആ എഴുതാൻ വേണ്ടി മണൽ വേണ്ടേ? കയറ്റിയേക്കുന്ന ആരാ? എന്റെ അറബി ഷേഖ് ജാസിം മോഹനൻ. ഒരു ശകലം പോലും മണൽ ഫ്രീ ആയിട്ട് കൊടുക്കൂല. പിന്നെ മണൽക്കാറ്റടിക്കും. ചില സമയത്ത് ചുഴലിക്കാറ്റടിക്കും. ഈ മരുഭൂമിയില് ചുഴലിക്കാറ്റടിക്കും. അതിന്റെ നടുക്ക് സെന്ററിൽ പോയി നിന്നിട്ട് വാ തുറന്നു വയ്ക്കും. ഈ മണലെല്ലാം വായി കയറാൻ വേണ്ടി. ഞാൻ പറഞ്ഞ വെറുതെ മണൽ വെളിയിൽ കളയില്ല, ഉള്ള മണലെല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കും പുള്ളി 2 കവലിന്റെ അകത്ത്. പിന്നെ അത് മാത്രമല്ല 250 ഒട്ടകമുണ്ട് പുള്ളിക്ക്. അതില് 3 മുഴയുള്ള ഒട്ടകം. സത്യം.
മൂന്നൊട്ടകം. ആ, മൂവായിരം. പിന്നെ അത് മാത്രമല്ല ഏക്കർ കണക്കിന് ഈന്തപ്പഴത്തോട്ടം. ഈന്തപ്പനത്തോട്ടോ? അങ്ങ് വിളഞ്ഞു കിടക്കുകയല്ലേ. അത് ശരി. ഞാൻ ചില സമയത്ത് കല്ലെടുത്തപ്പോ 2 വന്ന് വീഴും. പിന്നെ അത് മാത്രമല്ല സ്വന്തമായിട്ട് 100 കിണറുണ്ട് അറബിക്ക്. എന്തിനാ ഇത്രയും വെള്ളം കടലിലും അവിടെ ഇവിടെ ഉള്ളപ്പോ എന്തിനാ കിണറിനി? നീ ഉദ്ദേശിച്ച പോലെ പഞ്ചായത്ത് കിണറല്ല. 50 ഡീസൽ കിണറും 50 പെട്രോൾ കിണറും ഉണ്ട്. തൊടി വരെ നിറഞ്ഞിരിക്കുകയല്ലേ ഡീസലും പെട്രോളും. ആണോ? ആ, ഞങ്ങളാരും പമ്പിൽ പോയി എണ്ണ അടിക്കൂല. ഞങ്ങൾ തൊട്ടിയിൽ കോരി എടുക്കും, വണ്ടിയിൽ ഒഴിക്കും. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഭയങ്കര മൈലേജല്ലേ. ഓ എന്റെ മക്കളെ, നിങ്ങളുടെയൊക്കെ ഭാഗ്യം. ഗ്യാസും ഉണ്ടല്ലേ? അതെ 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 അതെ. അത് ഞങ്ങൾക്ക് അറിയാം. ആ സ്പ്രേ ഒന്ന് എടുത്ത് അടിക്കടാവേ, തല തെറിച്ചു പോകുന്നു. അത് മാത്രമല്ല സ്വന്തമായിട്ട് 3 ഫ്ലൈറ്റ് ഉണ്ട് അറബിക്ക്. 3 പിന്നെ ഫ്ലൈറ്റ് ഉണ്ടോ? ചില സമയത്ത് ഫ്ലൈറ്റ് എടുത്ത് കറങ്ങാൻ പോകും അറബി. ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, വിയന്ന, സ്വിറ്റ്സർലൻഡ്, അമേരിക്ക, ലണ്ടൻ, യൂറോപ്പ്. അങ്ങോട്ടാണോ? ചില സമയത്ത് ഭാര്യയായിട്ട് വഴക്കിടും. തുരിശടിക്കാൻ പോവാനോ? അല്ലല്ലല്ല. ചില സമയത്ത് അറബി ഭാര്യ കൂടെ വഴക്കിടും. അപ്പം ഒരു ഫ്ലൈറ്റ് എടുക്കും. എന്നിട്ട് അമ്പലക്കുളത്തിന്റെ അവിടെ താമസം രമണി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ചേച്ചി ഇച്ചിരി കഞ്ഞോളം താ ചേച്ചി എന്ന് പറഞ്ഞ് പ്ലേറ്റ് നീട്ടും. അപ്പൊ ചേച്ചി കഞ്ഞോളം എടുക്കുമ്പോൾ 2 പറ്റും കൂടെ ഇട്ട് തരാം. അങ്ങനെ പ്ലേറ്റ് എടുത്ത് ഫ്ലൈറ്റ് ആണോ? പിന്നെ സ്വന്തമായിട്ട് 150 ഏക്കർ എണ്ണപ്പാടമുണ്ട്. എന്റെ ദൈവമേ, 150 എണ്ണപ്പാടോ? ആ, എണ്ണപ്പാടത്ത് എന്താ സംഭവം? ജനുവരി മുതൽ മാർച്ച് വരെ എണ്ണ. ഞാൻ എണ്ണാലോ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വിരല് തീർന്നു. അതല്ല, ജനുവരി മുതൽ മാർച്ച് വരെ ആ പാടത്ത് എണ്ണ. മാർച്ച് ആകുമ്പോൾ ഇത് വറ്റും. പിന്നെ അവിടെ കൃഷിയല്ലേ. പടവലം, ചേമ്പ്, ചേന, കോവയ്ക്ക, പാവയ്ക്ക, ബീട്രൂട്ട്, ഇതെല്ലാം കൃഷിയല്ലേ ഞങ്ങൾ എണ്ണപ്പാടത്ത്. ഞങ്ങൾ 2 ബീട്രൂട്ട് എടുക്കും, ഡീസൽ വണ്ടിയിലിടും, പോവും. 50 മൈലേജ് കിട്ടും. വലിയ പടവലം എടുക്കും, പെട്രോൾ അടിക്കുന്ന ടാങ്കിലെടുത്ത് കുത്തി നിറയ്ക്കും. ഞങ്ങൾ സിറ്റി മൊത്തം കറങ്ങിയിട്ട് പറഞ്ഞ ഒറ്റ പടവലത്തിലാണ്. ആണോ? പിന്നെ എണ്ണ നിറഞ്ഞു കിടക്കില്ല പടവലത്തിൽ. ദൈവമേ, ഇവളൊക്കെ അവിടെ എങ്ങാനും ചെല്ലുവാണ് രക്ഷപ്പെട്ടതല്ല. അയ്യോ. പെൺകുട്ടികളെല്ലാവരും റെഡിയാണെങ്കിൽ അറബി ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് അവിടെ വന്നത്. ബുദ്ധിപരമായിട്ടുള്ള 3 ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യത്തിന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അറബിയുടെ മകന് ഇതിലാരെങ്കിലും ഒരാൾ സ്വന്തം. അപ്പൊ സംഭവം പൊളിഞ്ഞു കേട്ടോ, സംഭവം പൊളിഞ്ഞു. പരിപാടി പിടിച്ചു വിട്ടു. പൊക്ക. അല്ല, അങ്ങനെയല്ല. അപ്പൊ അറബി പറഞ്ഞ അറബിയുടെ മോന് ഇവിടുന്ന് എന്നെ പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ബുദ്ധിപരമായിട്ടുള്ള 3 ചോദ്യങ്ങൾ. ഫസ്റ്റ്, വീട്ടിൽ വന്നാൽ കുറച്ച് അറബി അല്ല വീട്ടിൽ വന്നാൽ എന്തായാലും ജോലി ചെയ്യും. അറബി ചോദിച്ച ആദ്യത്തെ ചോദ്യം, അറബിയുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ എന്ത് ജോലി ചെയ്യൂ എന്ന് ആദ്യം. ചേട്ടാ, ഞാന് എന്നും രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് വിളക്കൊക്കെ കത്തിച്ച് അറബിയുടെ വീട്ടുമുറ്റത്ത് ഞാൻ നല്ല അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കും. ഞാൻ അന്തസ്. അവിടെ 3 ഒട്ടകം പ്രസവിച്ച് ചെറിയ കുട്ടികളാണ്. ആ കോലം തട്ടി പറിച്ചോണ്ട് അതൊക്കെ പോകും. അതൊന്നും പറ്റില്ല. അതൊന്നും അവിടെ പഴക്കമില്ല. അതൊന്നും അവിടെ അറബി പിന്നെ വിശപ്പിന്റെ ആളാണ് അറബി. ഇന്ന സ്റ്റൈൽ ഭക്ഷണം അറബിക്ക് ഉണ്ടാക്കി കൊടുക്കും എന്ന് ഞാൻ പറയൂ. നല്ല ഒന്നാന്തരം ചക്കപ്പുഴുക്ക് ചമ്മന്തി. അന്തസ്. കിഴങ്ങ് ചുട്ടു കൊടുക്കണം. ഇപ്പൊ പുള്ളിക്ക് അറബി നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ചൂടാണെങ്കിൽ നന്നായിട്ട് കിഴങ്ങ് അതായത് നിങ്ങൾ കല്യാണം കഴിച്ച് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലിക്ക് പോകുമോ എന്നാണ് അറബി ചോദിച്ചത്. ഞാൻ പറയാം. ഇതെന്താ ബീട്രൂട്ട്? അവിടുത്തെ ജോലി എല്ലാം ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോ ഞാൻ ഈ തൊഴിലുറപ്പിനും കുടുംബശ്രീക്കൊക്കെ പോവും. നന്നായിരിക്കില്ലേ? ദുബായ് കുടുംബശ്രീ. ദുബായ് കുടുംബശ്രീ. എന്റെ അറബിക്ക് വേറൊരു സ്വഭാവമുണ്ട്. രാത്രി 9 മണിക്ക് ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിന്റെ ഫ്രണ്ടിൽ ഹുത്കേ വലിച്ചോണ്ടിരുന്ന് ബെല്ലി ഡാൻസ് കളിക്കണം. മരിമോളുടെ ബെല്ലി ഡാൻസ് കാണാൻ വേണ്ടിട്ടാണ് പുള്ളി ഈ പെണ്ണുങ്ങളെ പിടിക്കാൻ പറ്റുന്നത്. വേറൊരു കാര്യം പറയാം, ആരടുത്തും പറയരുത്. 6 മണിക്ക് ശേഷം കണ്ണ് കണ്ടുകൂടാ. പാട്ട് മാത്രം കേട്ടാ മതി. ആരെങ്കിലും കളിക്കുന്നെന്ന് പറഞ്ഞാൽ മതി, അവിടെ ഇരുന്ന് കണ്ടോളും. അപ്പൊ ഇപ്പൊ ഉത്തരം പറഞ്ഞ 3 പേരെ വെച്ചിട്ട് ബെല്ലി ഡാൻസ് പ്ലീസ് അറബി ഒന്ന് കാണി ജസ്റ്റ്. പുള്ളിക്കേ കണ്ണ് കാണാന്നല്ലേ പറഞ്ഞേ? അതെ അതെ അതെ. ഞാൻ ഈ ഉടുപ്പൊക്കെ ഊരിയിട്ട് ഞാൻ തന്നെ കളിച്ചാൽ മതി. അത് മതി. ചെറുതായിട്ട് കളിക്കുമോ നിങ്ങള്? എന്ന് കേറണം. നിങ്ങൾ തട്ടിക്കളയരുതേ. കോടാനും കോടീശ്വരനാണ് മോൻ. ബെല്ലി 3 ലേഡീസ്. ബെല്ലി കേറി കളിക്കും മക്കളെ.
അടിപൊളി. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പിള്ളേരെ ബെല്ലി ഡാൻസ്? അതെ, ബെല്ലി ഡാൻസ് അറബിക്ക് ഇഷ്ടപ്പെട്ടു. ആണോ? ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അങ്ങോട്ടും ഇല്ല. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, പെണ്ണിനെ ഇഷ്ടപ്പെട്ടല്ലോ? പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, 3 പേരെ ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ ഈ ഞാൻ ചെറുക്കനെ ഞങ്ങൾക്കൊന്ന് കണ്ടാ കൊള്ളാന്നൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. അത് വേണ്ടേ? Curiosity. അത് വേണ്ട ഉല്ലാസം മാമാ? ഹലോ, വേണം നഹി ഹിന്ദി ഹിന്ദി അറബ് അറബ്. അങ്ങനെയല്ല, നമ്മുടെ വീട്ടിലൊരു കുട്ടിയെ കൊണ്ടുപോകുമ്പോഴേ നമുക്കത് അറിഞ്ഞിരിക്കണം. അല്ല ഞങ്ങൾ അറിയണ ആ പയ്യന്റെ ഫോട്ടോ ആണേ. ഞങ്ങളുടെ ഈ കൊച്ചിനൊക്കെ ദേഷ്യം വന്നുണ്ടോ? ഒരു ഒട്ടകത്തിന്റെ കാലെ പിടിച്ചിട്ട് മറ്റേ കാല് വലിച്ചു പറിക്കുന്ന ടീമാ. ആ സൈസ് ദേഷ്യമുള്ള കൊച്ചാ. അപ്പൊ അതിനോടൊക്കെ പൊരുതി നിൽക്കാൻ പാകത്തിനുള്ള ചെറുക്കനാണോ എന്ന് ഞങ്ങൾക്ക് അറിയണം. ഞാൻ ഇറ്റലിയിൽ വെച്ചൊരു ഫോട്ടോ എടുത്തായിരുന്നു. അത് ഇതിനകത്ത് കിടപ്പുണ്ട്, ഞാനത് കാണിച്ചു നോക്കിയോ. ഡൽഹിയില് പുറത്തിരിക്കണ ഈച്ചയാണോ? അല്ലല്ല, കണ്ടില്ലേ ശോഭ, കണ്ടില്ലേ തീ കത്തുമ്പോഴാണ് നിൽക്കുന്നത്, ജ്വലിച്ച് നിൽക്കുന്നത്. ആ സോഫയിൽ ഒരു തല വെട്ടി വെച്ചേക്കുന്നത് അതാരുടെയാണ്? ഹലോ, അതാണ് അറബിയുടെ മകൻ. ഉടലുകൊണ്ട് അത് ഇടയ്ക്ക് കണ്ടൂടെ? പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അടിച്ചു നോക്കിയത് അൽ സൂര്യകിരൺ അടിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാം ഐഡിയ ആണ് അദ്ദേഹത്തിന്റെ. ഇവന് എത്ര ഏക്കർ മരുഭൂമി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? 250 ഏക്കർ മരുഭൂമിയുണ്ട്. പിന്നെ എണ്ണപ്പാടം 250 ഏക്കർ. പിന്നെ എണ്ണപ്പാടം. ഇവന് വീടില്ലാഞ്ഞിട്ട് മിച്ച ഭൂമിക്ക് അപേക്ഷിച്ചിട്ട് 3 വർഷമായി പഞ്ചായത്ത് കയറി നടക്കുക. ഇതുവരെ അവന് കൊടുത്തിട്ടില്ല. ഒരു 5 സെന്റ് സ്ഥലമോ 3 സെന്റ് സ്ഥലമോ കൊടുത്തിട്ടില്ല. അവനാണോ നീ 250 ഏക്കർ മരുഭൂമി എന്ന് പറഞ്ഞത്? അല്ല, മരുഭൂമി അവിടെ പിന്നെ ഫ്രീ ആയിട്ട് ചെരുപ്പിട്ട്. പിന്നെ നിനക്ക് അവനെന്റെ മണ്ണെണ്ണപ്പാട്ടയോ എണ്ണപ്പാട്ടോ? എണ്ണപ്പാടം. എണ്ണപ്പാടം എത്ര ഉണ്ടെന്ന് പറഞ്ഞത്? 222. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഒരു വർഷത്തെ ഇവന്റെ കാശ് കൊടുക്ക പൊട്ടിച്ച 150 രൂപ തെരഞ്ഞെടുക്കാത്തവനാണ് ഇവൻ. 250 എണ്ണപ്പാട്ട. അല്ല, നിനക്ക് ഒട്ടകം ഉണ്ടെന്ന് പറഞ്ഞത്? ഒട്ടകം ഒരു 300 എണ്ണം. 300 ഒട്ടകം ഇവന്. അതെ. ഇവൻ ആകെപ്പാടെ ഉള്ളത് എന്താണെന്നറിയാമോ? മറിയയുടെ അമ്മയുടെ ആട്ടുംകുട്ടി എന്ന് പറഞ്ഞൊരു കൈയടിക്കാൻ പറ്റേ മിനിഞ്ഞാന്ന് അതിനെ ജപ്തി ചെയ്തോണ്ട് പോയി. ഇവന് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം തരാമെന്ന് വെച്ചാൽ അതിന്റെ ചെവി പറിച്ചു കൊടുത്തു. അത് ചുട്ടട്ടാണ് അവൻ കഞ്ഞി കുടിച്ചത്. അതും സ്വന്തമല്ല. ഇവന് ഈന്തപ്പനയാണ് ഏതാണ്ട് ഈന്തപ്പനുണ്ട്. 2000 ഈന്തപ്പന. അല്ല, നല്ല മുറ്റിക്കുന്ന ഈന്തപ്പന. ഇവന്റെ വീട്ടിന്റെ മുറ്റത്തൊരു ഇത് നിപ്പുണ്ട്. എന്താ പറയാ, ഒരു തെങ്ങ് ഇവന്റെ പൊക്കമുള്ളത്. അതിന് ഈർക്കിളി ഇല്ല, അത് അന്യന്റെ കൂട്ട് നിൽക്കുക. ഈർക്കിളി മൊത്തം എടുത്തവൻ നാക്ക് പഠിച്ചിട്ട് ഈർക്കിളി ഇല്ലാതെ ഒരു തെങ്ങ് അവിടെ നിൽക്കുക. അവനാണോടാ 250 എത്ര 250 അല്ല, ഒരു 250 അല്ലേ? ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ഉണ്ട് 3 ഫ്ലൈറ്റ്. അതെ. ഇവൻ ഈ ഷൂട്ടിങ്ങിന് തന്നെ എങ്ങനെയാണെന്നറിയാമോ? അറിയില്ല. കള്ളവണ്ടി കയറി ട്രെയിനിൽ കയറി പറ്റും. എന്നിട്ട് കയറി അവിടെ തന്നെ ബാത്റൂമിൽ കയറി ഡോറും കുറ്റിയിടും. എന്നിട്ട് എറണാകുളം ആകുമ്പോഴത്തേക്കും കക്കൂസിന്റെ വെന്റിലേഷനെ കൂടെ ഇങ്ങനെ നോക്കും. എറണാകുളം ടൗൺ എന്ന് പറയുമ്പോൾ ചാടി ഇറങ്ങണവനാണ് 3 ഫ്ലൈറ്റ്. ഇവന് ഇവിടെ ഫ്ലോറിൽ നിന്ന് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നീ അവനെ ഗൾഫിൽ കൊണ്ടുപോയി 1 month കഴിച്ച് അവന്റെ പൈസ മേടിച്ചെടുത്ത് അവനെ കണ്ട് പെണ്ണ് കെട്ടിക്കാൻ നോക്കാനുള്ള നിന്റെ ശ്രമം മേലിൽ നിന്നെ അതെ, ആ മുഖച്ചായ കണ്ടിട്ട് നല്ല പരിചയം. എവിടെയോ കണ്ടുവരുന്നു. നല്ലൊരു പരിചയം. ഇതെന്നാണത്? കഞ്ഞി വാർക്കണ തിരികട. ഇവന്റെ സംഭവം എന്നാന്നറിയാമോ? മലയാളത്തിൽ സ്കിറ്റ് കളിച്ച് കയറ്റാൻ പറ്റാഞ്ഞിട്ട് അറബിയുടെ വേഷം ഇട്ട് വന്ന് അതൊന്ന് എടുത്ത് മാറ്റിക്കേ. നോക്കട്ടെ, എടുത്ത് മാറ്റേ. കൊല്ലം സുധി എന്റെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ്. ആരാണ് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ഇവിടെ? നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് ശ്രദ്ധിച്ച് കേൾക്കണേ, ശ്രദ്ധിച്ച് കാണണേ. അറ്റൻഷൻ പ്ലീസ്. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് കോക്രി. അതിന് ഇത് വെക്കേണ്ട കാര്യമില്ല, രാത്രി പിടിച്ചാലും കറക്റ്റാ. ഇതൊരു മാജിക്കൽ ഫ്രെയിമാണ്. ഇത് നിങ്ങൾ ഈജിപ്തിലെ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമേ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുകയുള്ളൂ. ഏത് ഭാഗത്ത് ഈജിപ്തിന്റെ? ഈജിപ്തിൽ ഇറങ്ങുമ്പോ തന്നെ BSNL ടവറില്ലേ, രണ്ടാമത്തെ ഈജിപ്തിന്റെ അതെ, ഞാൻ സത്യം പറയാം. കുറുക്കഞ്ചേരിന്ന്
അപ്പോ ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണമെന്ന് പറഞ്ഞാൽ ഇതൊരു മാജിക്കൽ ഫ്രെയിം ആണ്. എന്താണെന്നറിയില്ല, ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മുടെ മുഖം ഇങ്ങനെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാജിക് പോലെ നമ്മുടെ മുഖം തന്നെ ഭയങ്കര സുന്ദരവും. നിങ്ങൾ മാക്സിമം ആഞ്ഞു പിടിച്ചിട്ട് ഈ മാജിക്കൽ ഫ്രെയിം നിങ്ങൾ പൊട്ടിക്കാൻ നോക്കണം. 2 ടീമിൽ ഓരോ മെമ്പേഴ്സ് ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കും. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഗെയിം കഴിയുമ്പോ ഇതിന്റെ പേര് മാറും, മാക്രി. ഈ ഗെയിം എവിടാന്ന് അറിയാലോ. ഇതിന്റെ ഉത്ഭവം ഈജിപ്തിലെ കുറുക്കൻചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു സംഭവമുണ്ട്. കോഴിക്കോട്ടത്തെ ഒരേ ഒരു ഷാരൂഖ് ഖാനെ നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. ഓ ദൈവമേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ആരെ കാണിക്കാൻ വരണേ? സോറി, കളിക്കാൻ വരണേ. ആ പോക്കറി ആദ്യം വിളിക്കും. അത് കൊടുത്ത സുതിയെ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റുമോ? വരും. കുട്ടന്മാരാവാനായിട്ട് 2 ടീം മെമ്പേഴ്സും റെഡി ആയിട്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചു കാണണം കേട്ടോ. പോക്കറി എന്ന ഈ ഗെയിം കളിക്കുന്നതിന് വേണ്ടി ഒരു ആക്രിയും ഒരു പോക്കറിയും. കൗണ്ട് ഡൗൺ പ്ലീസ്. ഓക്കെ, 3, 2, 1. എടാ സുധി, നിന്റെ മുഖം കാണിച്ചേ. അവിടെ ഓ അതെന്താ അത്? ഓക്കെ, ഇപ്പൊ കോക്രിയുടെ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് നോബിച്ചേട്ടന്റെ ടീമാണ്. അപ്പൊ കോക്രി 2 അടുത്ത ടീം മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അയ്യമ്മ, ഫസ്റ്റ് എന്ന് തങ്കച്ച ഇങ്ങോട്ട് നോക്കിയടാ. തങ്കച്ചാ നോക്കട്ടാ. എടാ കണ്ണാടിപ്പെട്ടിയില് നെയ്യപ്പം ഇരിക്കണ്ട. കൂടി അക്കോര ഒരു ചെറിയ കണ്ണം കൊഴിയാള. അല്ലല്ല, ചില്ല് ക്ലീൻ ചെയ്യണ മീനുണ്ട്. അത് ഡിങ്കന്റെ എക്സ്റേ എടുത്താന്നത്. അയ്യോ, രസോടാ അത്. ആദ്യത്തെ മനുഷ്യൻ ഇങ്ങനെയായിരുന്നു. പാനലിന്റെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ വൈകിട്ട് കൂട്ടാൻ പറ്റില്ല, കാരണം തലയിലിട്ട് തല്ലി പൊട്ടുകയായിരുന്നു. ഇപ്പൊ എന്നാ കാണിച്ചേ? ഇതിപ്പോ 2 പേർക്കും പോയിന്റ്സ് ഇല്ല. പോരെ, ഞാൻ മാക്സിമം കാരണം പറഞ്ഞത് പൊട്ടിക്കാൻ പാടാണ്. വൈക ഇങ്ങനെ ഇടിച്ചിട്ടാണ് പൊട്ടിച്ചത്. അത് കഴിഞ്ഞ് തങ്കുവിനൊരു അവസരം ഉണ്ടായിരുന്നു, പക്ഷെ ആ അവസരത്തിൽ തങ്കു ഇങ്ങനെ ഇടിച്ചിട്ടാണ് പൊട്ടിച്ചത്. അപ്പൊ 2 പേർക്കും പോയിന്റ്സ് ഇല്ല, സമം. അപ്പൊ 2 പേർക്കും പോയിരിക്കാം. ബട്ട് ഗുഡ് ജോബ്. താങ്ക് യു വെരി മച്ച്. 3ാമത്തെ കോക്രീസ് എത്തിയിട്ടുണ്ട്. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അടിമാലി സൂപ്പർ ഫിഗറടാ. പഴകുണ്ട്. അത് അടിമാലിയാ ദി മമ്മിയുടെ പോസ്റ്ററാ. ജോബി, അടിമാലിയുടെ മുഖത്തോട്ട് നോക്കിയേ, ഉണങ്ങിയ വഴുതനങ്ങ. നല്ല രസം. ഇതെന്താണ് അടിമാലി, ചെളിയിലുണ്ടാക്കിയ അപ്പൂപ്പനാ? ഇപ്പോഴാണ് ആ മേളിയിരിക്കുന്ന തവളയുടെ മുഖം നിന്റെ മുഖം ഒരുപോലായത്. കറക്റ്റ് ഫിഗർ, പക്ക. അതിൽ പിടിച്ച് വലിയടി. അങ്ങനെയല്ല, അങ്ങനെ മുഖം പെയ് നീ. സെന്റർ ആര് ശല്യം ചെയ്ത് അപ്പുറത്തൊരു പ്രസവം നടക്കുന്നുണ്ട്. ഇതെന്താടാ ഭയങ്കര രസമായിരുന്നു കേട്ടോ 2 പേരുടെയും പെർഫോമൻസ്. ഇതിലെന്ന് പറഞ്ഞാൽ സെന്റർ പോർഷൻ ആണ്, കറക്റ്റ് ഫേസ് ഇങ്ങനെ കേറി ഇറങ്ങണം. അങ്ങനത്തെ രീതിയിൽ വേണം നമ്മൾ കളിക്കാൻ. അപ്പൊ ഫൈനലി അത് ബിനുചേട്ടനാണ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ 1 പോയിന്റ് ബിനുചേട്ടന്റെ ടീമിലേക്ക് പോവാണ്. ഗുഡ് ജോബ് ശ്രീവിദ്യ. അടിമാലി,
ഇത്രയും നല്ല സുന്ദരമായ ഫിഗർ ഞാൻ ഇതുവരെ കണ്ടു. അടിപൊളിയായിരുന്നു. ബിൻചേട്ടാ, നിനക്കൊരു പ്ലാസ്റ്റിക് കവർ എടുത്ത് മുഖത്തോട് ഇട്ട് നടന്നൂടെ? ബിൻചേട്ടാ, ഈ ഒരു എപ്പിസോഡ് വരണമെന്ന പരിപാടി പോലും എടുക്കരുത്. വീട്ടില് ഇതെന്തായാലും കാണണം. ബിൻചേട്ടൻ എന്നെ ബിൻചേട്ടന്റെ രൂപത്തിനുള്ള അസൂയ തോന്നിപ്പോവും. അത്രയും ഗംഭീരം. ദയവ് ചെയ്ത് ആ എപ്പിസോഡ് വരുമ്പോ വീട്ടിൽ ഏരിയയിലൊക്കെ ഓക്കെ, അപ്പൊ ഏതായാലും ഇനി ടീമും റിനിയാണ്. ടീമിനോട് എനിക്ക് പറയാനുള്ളത് ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. ബിനീഷ് പാട്ട് പാടരുത്, ആ പ്ലാസ്റ്റിക് ഉരുകി പോകും. അവൻ പെട്ടെന്ന് ഇങ്ങനെ തല വെളിയിൽ വരും. ടീമിനൊരു ഒരു പാട്ട് പാടിയിട്ട് തുടങ്ങണോ? അയ്യോ കഷ്ടം. അല്ലെങ്കിൽ ശ്വാസം മുട്ടി ചാവുമോ? എന്താണ് എന്തൊരു സന്തോഷം. പാവം ടീം. ഫ്രെയിം 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 ഈ ഫ്രെയിമിനൊന്തരയിമ് അയ്യോ, ടീമേ ഷീലാമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാന്ന് വെറുതെ പറഞ്ഞോളെ വേഗം. അപ്പൊ ഈ പാട്ട് ഷീലാമ്മക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇനിയും വരാനുള്ളതാണ്. ഇതില് കോമഡി പാട്ടാണ്. അപ്പൊ അതാ പറഞ്ഞത്. ഓക്കെ, ശീലാമ്മ പോയി. ആ കസാരക്ക് വേണ്ടി ഡെഡിക്കേറ്റ്. മിണ്ടാണ്ടിരിക്ക. അല്ലല്ല, പിന്നെ നിനക്ക് അത്ര കണ്ടോണ്ട് ശീലാമ്മ ഉണ്ട് അവിടെ നോക്കിയാണ്. ടീമേ ഏത് പാട്ടാ? അപ്പൊ ഷീലാമ്മക്ക് പോയടാ, വീണ്ടും ഡെഡിക്കേറ്റ് പോയെന്ന് കണ്ടില്ലേ? എന്നാ റിനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. അപ്പൊ റിനി ഒരു കാര്യം അവിടെ പോയി ഷീലാമ്മക്ക് വേണ്ടി പാടിയാ മതിയാ? ആന്ന് വേഗം, ഇവര് മിണ്ടനേക്കാളും മുന്നേ. അപ്പൊ ഷീലാമ്മക്ക് അത് അവിടെ ഇല്ലല്ലോ. പിന്നെ നിന്റെ റെറ്റിനടാ സ്ക്രാച്ച് ആണോ? എത്ര പ്രാവശ്യം പറഞ്ഞു അവര് ഇവിടെ ഇല്ലാതെ. ഷീലാമ്മക്ക് ലക്ഷ്മി പറഞ്ഞു ഷീലാമ്മക്ക് വേണ്ടി പാടാൻ. ടീമിനെ പാട്ട് പാടണോ? ഇവൻ പാടും. ഫോർട്ട് കൊച്ചിയിൽ ഷീലാമ്മ വന്നപ്പോൾ അങ്ങനെ പാടിക്കളെ പോയി. ഷീലാമ്മയ്ക്ക് വേണ്ടി ടീം ഒരു പാട്ട് കരുതിയിട്ടുണ്ട്. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? അല്ല ഇത് കാണിക്കോ? സഹായിക്കാൻ നോക്കുമ്പോ എന്റെ നെഞ്ചത്ത് എന്റെ എപ്പിസോഡായിട്ട് പാടിയിട്ടില്ല. ഷീലാമ്മക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാവുന്ന. ആര് പറഞ്ഞു? അവിടെ ആരുമില്ല. ആക്ട് ചെയ്യാൻ പറഞ്ഞു, ആക്ട് ചെയ്യാനല്ലേ. അതിപ്പോ സിനിമയിലാണെങ്കിലും അങ്ങനെയല്ലേ, എഡിറ്റ് ചെയ്യുമ്പോ കാണിച്ചോളും ഷീലാമ്മ. കള്ളം പറഞ്ഞിട്ട് എന്തിനു പാടുന്നത്? ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, സ്വരം നന്നായിക്കുമ്പോ തന്നെ പാട്ട് നിർത്തണല്ലേ. അതിന് ഇതുവരെ സ്വരം നന്നായിട്ടില്ലല്ലോ. ആക്ച്വലി ഈ സെഗ്മെന്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷീലാമതി ഇപ്പൊ ആ സീറ്റിലില്ല. അപ്പോ നമ്മൾ എഡിറ്റ് ചെയ്തിടും. ടീം പാടിക്കോളൂ. ശരിക്കും അതുകൊണ്ടല്ല ലക്ഷ്മി കള്ളം പറയരുത്. ബിനീഷ് പാട്ട് പാടുവന്ന് പാട്ട് പാടാൻ പോകുന്നു പറഞ്ഞു. പേയ്മെന്റ് പോലും വേണ്ടെന്ന് പറഞ്ഞ ഒരു കാറ് കയറി പൊടി പുറത്തേക്ക്. എനിക്ക് കള്ളം പറഞ്ഞിട്ടുള്ള 5 പൈസ എന്റെ മക്കളുടെ വയറ്റിൽ ചെല്ലരുത് എന്നും പറഞ്ഞ് അവര് പോയി. അയ്യോ, അപ്പൊ ഷീലാമ്മ ഇല്ല, എന്നാലും ഷീലാമ്മക്ക് വേണ്ടി. അത് തറവാടിത്തം. അതാ ഷീലാമ്മക്ക് വേണ്ടി ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആയിക്കോട്ടെ. അപ്പൊ ഷീലാമ്മ പറഞ്ഞാലെന്നറിയാമോ? നിങ്ങളുടെ ടൈം കഴിഞ്ഞു. ആദ്യം പറയാൻ പറ്റാ ടൈമൊക്കെ ഉണ്ടെന്ന്. എനിക്ക് 30 സെക്കൻഡ് മതിയല്ലേ ഒരു പാട്ടിൽ. ഒരു കാര്യം ചെയ്യ്, പരസ്യത്തിന്റെ ഇടയ്ക്ക് പാടട്ട്. വേറെ കാര്യം കൂടെ പറഞ്ഞായിരുന്നു. ഷീലാമ്മ വയറ്റിലെ കവർ ചെയ്തതിന് ശേഷം ഇവനെ കൊണ്ട് പാടിക്കാം. വയറ്റിലെ പാലത്തിന്റെ മേളിലെത്തുമ്പോ പാടിക്കാം, പിന്നെ താഴേക്കങ്ങ് പോയാൽ മതിയല്ലോ. ഷീലാമ്മ എടുത്ത് പറയൂ. ഒന്ന് എല്ലാവരും ഒന്ന് ആക്ട് ചെയ്യണം. എല്ലാവരും ആക്ട് ചെയ്യണോ? അപ്പൊ ഷീലാമ്മക്ക് പോയടാ ഇവരുടെ അടുത്ത് എത്ര പോയെന്ന് പറഞ്ഞു. ഞാനൊരു പാട്ട് പാടിക്കോട്ടെ സഹോദരാ. പാടിക്കോ അളിയാൻ പാടിക്കോ. സീൽ പിടിച്ചാ കേട്ടാ. ഇനി സീലും കൂടെ പിടിക്കാത്തതിന്റെ കുഴപ്പം. മൊയ്ലാളി മൊയ്ലാളി കൊച്ചു മൊയ്ലാളി ഷീലാമ്മ വന്നല്ലോ സ്റ്റാർ മേജിക്കിൽ. മൊയ്ലാളി മൊയ്ലാളി കൊച്ചു മൊയ്ലാളി ഷീലാമ്മ വന്നല്ലോ സ്റ്റാർ മേജിക്കിൽ. കാണാൻ സുന്ദരി ഷീലാമയ, കണ്ടാൽ ചുറ്റി ഷീലാമയ. കാണാൻ സുന്ദരി ഷീലാമയ, കണ്ടാൽ ചുറ്റി ഷീലാമയ. മൊയ്ലാളി മൊയ്ലാളി കൊച്ചു മൊയ്ലാളി ഷീലാമ്മ വന്നല്ലോ സ്റ്റാർ മേജിക്കിൽ.
മൊയിലാളി മൊയിലാളി കൊച്ചു മൊയിലാളി ശീലാമ്മ വന്നല്ലോ ചാൻമേജിക്കിൽ ഞങ്ങളുടെ കൂടെ ശീലാമയ എന്നും സൂപ്പർ ശീലാമയ ഞങ്ങളുടെ കൂടെ ശീലാമയ എന്നും സൂപ്പർ ശീലാമയ. നീ മുതലാളി എന്ന് തന്നല്ല വിളിച്ചത്? മൊയിലാളി. ഹലോ, ആ പറ ശീലാമ്മേ. ആ ഒരു പാട്ട് ഇങ്ങനെ ഒരുപാട് കാല് പിടിച്ച് പറഞ്ഞപ്പോ ഒന്ന് പാടിച്ചതാ. വണ്ടി പഞ്ചറായെന്ന്. അല്ല അങ്ങനെ പറയല, അത് അല്ല അങ്ങനെ പറയല, ഞങ്ങള് ക്ഷമ ചോദിക്കുന്നു. അയ്യോ, ഇവിടെ വന്ന എപ്പിസോഡ് ഒന്നും കാണിക്കണ്ടെന്ന്. അത് ഈ പാട്ട് കാണിക്കാതിരുന്നാ പോലെ. അല്ല പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഉള്ളതാണ്. അല്ല കൃത്യമായിട്ട് ഞങ്ങൾ ഗുളിക കൊടുക്കാം. ഇനി അത് രക്ഷയുള്ളൂ. അവൻ കഴിക്കത്തില്ല, അതാണ് സമയത്തിന് കഴിക്കത്തില്ല. ഞങ്ങൾ കൊടുത്തോളാം. ട്രിബ്യൂട്ട് പോലും കാണിക്കണ്ടെന്നു, ട്രിബ്യൂട്ട് പോലും കാണിക്കണ്ടെന്ന്, ടെലികാസ്റ്റ് ചെയ്യണ്ടെന്ന് അങ്ങനെ പറയല്ലേ. കടുത്ത തീരുമാനമൊന്നും എടുക്കല്ലേ ശീലമ്മ. ഇല്ല, ഇനി ഇത് ആവർത്തിക്കത്തില്ല. ഏത്ത വിടാം, ഞാൻ ഇടാം. ഓക്കെ ശരി. ഹലോ, ഓഡിയൻസിനോട് ചോദിക്കും പാട്ട് എങ്ങനെ ഉണ്ടായി? നന്നായി പാടി ടീമിന്. നിങ്ങൾ ഒറ്റ ഒരുത്തനാട്ടോ ഇവനെ ഇങ്ങനെ നശിപ്പിക്കണത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. നല്ല പാട്ട്. നല്ലായിരുന്നു, നല്ലായിരുന്നു. എഴുതിയ പാട്ട്. ഗാനമേളയുടെ പോസ്റ്ററാണ് അത്. കോക്രി കളിക്കാൻ പോവാണ്. നമ്മുടെ ടീമും റിനിയും വന്നിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും കൗണ്ട് ഡൗൺ കൊടുക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അയ്യോ റിനി, അയ്യോ ഇതിനേക്കാൾ പാട്ടായിരുന്നല്ലോ. ഇതാണ് ശരി. ആരടാ അത്? അയ്യേ, സൂര്യമാനസം. അടയാ കറക്റ്റ് സൂര്യമാനസം. ഈ ഫോട്ടോ ഒരെണ്ണം തന്നെ കൊച്ചിന് പേടിപ്പിച്ച് ചോറ് കൊടുക്കാനാ. ട്രാൻസ്ഫോമർ ഇരിക്കണം, അപായം എഴുതിയിട്ടുണ്ട്. ഇവിടെ സൂര്യമാനസത്തിന്റെ പോസ്റ്റർ ലാമിനേറ്റ് ചെയ്ത് എന്താണ് സംഭവം? എന്താണ് പറയൂ. സംഭവം അവര് വിമാനം കാണുവാടാ. റിനി, എന്തായാലും കുഴപ്പമുണ്ടെ പറഞ്ഞോട്ടോ, കറണ്ട് അടുപ്പിച്ച് രക്ഷപ്പെടുത്താം. എടാ ബാസിന് അത് തറയിൽ വെച്ചിട്ട് ചെയ്യടാ, തറയിൽ വെച്ചിട്ട്. ആ അതെ, ബിനീഷ് ബാസിൻ. ഒരാടിന്റെ പ്രസവമാണ് നടക്കുന്നത്. വന്നാ ഒരാട്ടുകുട്ടിയെ കൊണ്ടുപോവാ. വേണമെന്നുള്ളവർക്ക് പൈസ തരിക. കേറിയില്ല. അയ്യോ, ലൈവായിട്ട് ആയിരുന്നു നമ്മുടെ ടീമിന്റെയും റിനിയുടെയും പെർഫോമൻസ്. ടീം അടിപൊളിയായിരുന്നു. റോങ്. റിനി നന്നായിട്ട് കളിച്ചിട്ടോ. റിനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ടഫാ അല്ലേ? ഓക്കെ, ഭയങ്കര പാടാണ്. ശരി ടീമേ, അടിപൊളി ടീം. അപ്പൊ 1 പോയിന്റ് സ്കോർ ചെയ്തിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, ഇനി ഷാഫിക്കയും അതുപോലെ തന്നെ ആലിസാണ്. രണ്ടുപേരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് കേട്ടോ. അപ്പൊ രണ്ട് ടീമിൽ നിന്ന് ഇവരൊന്ന് നിൽക്കുമ്പോ എങ്ങനെയായിരിക്കും ഗെയിം കളിക്കുക? കോക്രി, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അയ്യോ, നല്ല റിസൾട്ട് അലി സാർ. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. ആലിസ് നന്നായിട്ട് എഫേർട്ട് എടുത്തു. ഫസ്റ്റ് ആലിസിന്റെ ലിപ്സ് പുറത്തേക്ക് വന്നായിരുന്നു, പക്ഷെ എത്രയാണെങ്കിലും ഇവിടത്തെ ഒരു പവർ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് സ്ട്രോങ് ആയിരുന്നു. എന്തായാലും 1 പോയിന്റ് ഷാഫിക്ക് കിട്ടിയിരിക്കുകയാണ്. ആൻഡ് ആലിസ്, യു ട്രൈഡ് യുവർ ബെസ്റ്റ്. കോക്രി ലാസ്റ്റ് റൗണ്ട്. അപ്പൊ 3 പേരും കൂടി ഉണ്ട്. അവരെ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ഒരു കോക്രനും 2 കോക്രി. അതെ. അപ്പൊ ഇവരെങ്ങനെ ഗെയിം കളിക്കാൻ നോക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഉല്ലാസണ്ണ ഫേസ് ഫ്രണ്ടിൽ കാണീരേ, എക്സ്പ്രഷൻ ക്യാമറയ്ക്ക് കാണീര. അയ്യവാ, എന്താ ചന്തോടേ. അയ്യോ, ഭയങ്കര ചന്തം. അമരീഷ് പുരി അണ്ണ. രവി, അമരീഷ് പുരി റെഡി ആയിട്ടുണ്ട്. ഇറങ്ങാൻ പറ്റില്ലേ? ഗോവർദ്ധൻ,
3 ഫ്ലോട്ടുകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. JD ഗോപന്റെ 1 അമരീഷ് പുരിയും, 1 പാനിപൂരി, 2 കുബേർ കുഞ്ചി. അടുത്ത ഫ്ലോട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡോറ ബുജി. കൺഗ്രാറ്റുലേഷൻസ്, ഉല്ലാസേട്ടനാണ് നമ്മുടെ വിന്നർ. കാരണം എന്തായിരിക്കും എന്നുള്ളത് ഓൾറെഡി അറിയായിരിക്കും. അപ്പം ഉല്ലാസേട്ടന്റെ ടീമാണ് ഇപ്പൊ ജയിച്ചിട്ടുള്ളത്. 3 പോയിന്റ്സ് ആണ് ഉല്ലാസേട്ടന്റെ ടീം ഓൾ ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. ആൻഡ് 2 പോയിന്റ്സ് ആണ് അവിടെ ബിൻഷേട്ടന്റെ ടീമിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ടു നമ്മുടെ ഉല്ലാസ് പന്തളം ടീം. നമുക്ക് ന്യായങ്ങൾ പിന്നെ പറയാം. നമുക്ക് ആ ചാട്ട എങ്ങ് എടുത്താലേ ആ കലാപരിപാടിയൊക്കെ നടത്താനായിരുന്നു. ചാട്ടയില്ലാന്ന് തോന്നുന്നു. ഓഡിയൻസ്, നമുക്ക് ചാട്ട വേണ്ടേ? ചാട്ടയുടെ ചെറിയ പ്രയോഗങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് കാണണ്ടേ? ലൈവായിട്ട് കാണണ്ടേ? കാണിച്ചു തരാം. ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. തങ്കച്ചനെ ആ ടീമിലേക്ക് ആക്കുകയാണ്. ചാട്ട പോരട്ടെ. ഞാനിവിടെ തന്നെയാണ്. അപ്പൊ വൈൻഡ് അപ്പ് സെഗ്മെന്റിലേക്ക് നമ്മൾ വരുമ്പോ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഓഡിയൻസ് ഒരേ സ്വരത്തിൽ പറയുന്നു അവർക്ക് ചാട്ട വേണമെന്ന്. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അതിനു മുമ്പ് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ബെസ്റ്റ് എക്സ്പ്രഷൻ. എന്താന്ന്? ബെസ്റ്റ് എക്സ്പ്രഷൻ ആരാണോ നമുക്ക് നൽകുന്നത് ഈ കോക്രി എന്ന് പറഞ്ഞ ഗെയിമിൽ അവർക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കുന്നുള്ളത്. അപ്പൊ ഈ ഒരു ഗിഫ്റ്റ് എന്നെ ഹാൻഡ് ഓവർ ചെയ്യാലോ? ഓക്കെ, വളരെ 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 ബെസ്റ്റ് എക്സ്പ്രഷൻ നമുക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം ബിനുചേട്ടനാണ് ഈ ഗിഫ്റ്റിന് അർഹനായിട്ടുള്ളത്. അളിയനുള്ള കിഴി തന്നിട്ടുണ്ട്, വെള്ളം ചൂടാക്കി അതിലിട്ട് നടുവിൽ പിടിച്ചു. അല്ല കേട്ടോ, ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്. ഇപ്പൊ തന്നെ ഓപ്പൺ ചെയ്തിട്ട് എല്ലാവർക്കും വിധിച്ചു കൊടുക്കാം. ഓപ്പോസിറ്റ് ടീം അത് കാണണം. കാരണം ജയം അവരുടെ ഭാഗത്താണെങ്കിലും സമ്മാനം ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക്. കൺഗ്രാറ്റുലേഷൻസ്, ഒരു വലിയ കൈഡി. 2 കൈയുണ്ട്. ഞവരക്കിഴിയാണ്, മുഖത്ത് കൊണ്ട് അത് കിഴിവെക്കുക. ഓപ്പൺ ആക്കൂ. കൺഗ്രാറ്റുലേഷൻസ് ടു ബിനു, അടിമാലി ആൻഡ് ടീം. നീ അത് ഒറ്റയ്ക്ക് കൊണ്ടുപോകല്ലേ? എല്ലാവർക്കും കൊച്ചി രാജാവ് ഹാപ്പി? ഒരു മിനിറ്റ്, നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു. നേരത്തെ എന്നെ കളിയാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഓർത്തത് കേട്ടോ. ഇപ്പൊ ആ സംശയമൊക്കെ മാറി. എല്ലാവർക്കും കൊടുക്കാൻ കാണിക്കും. പിന്നെ ഞാൻ വേറൊരു കേസ് പറയണം. ഞാൻ ഒരുപാട് തമാശ രീതിയിൽ നമ്മൾ കളിയാക്കാറുള്ള ആളാണ് സുധി. അവനതിനെ പ്രതികരിക്കാറുമില്ല. ആ നല്ല മനസ്സിന് ഉടമയ്ക്ക് അവന് വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യാണ്. കൊടുക്കാം. പല ഗെയിമുകളിൽ എന്നെ വിജയിപ്പിച്ചിട്ട് എന്നെ തല്ലുകൊള്ളിക്കാതെ രക്ഷപ്പെട്ടവർ. അപ്പൊ അവനെ ഞാനത് കൊടുക്കണം. പാടാ സ്തുതി. എന്റെ പേര് മച്ചിങ്ങാന്നാണ്. ഇംഗ്ലീഷിൽ സ്ട്രഡാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോ ഇനി നമ്മൾ ആ ഒരു കടമയിലേക്ക് കടക്കുകയാണ്. ആ ഗിഫ്റ്റിന്റെ കൂടെ ഞാനും കൂടെ ഒന്ന് തന്നോട്ടെ. സന്തോഷം ഇരട്ടി മധുരാക്കാം. അങ്ങനെ ഒറ്റ ഗിഫ്റ്റ് മേടിച്ച പോലെ ഞാൻ ഷെയർ ചോദിച്ചപ്പോ പോലും നിങ്ങൾ തന്നില്ല. പിന്നെ ഇത് മൊത്തം നിനക്കുള്ളതല്ലേ ഇതെല്ലാം. ഞാൻ ഈ വട്ടത്തിലേക്ക് അവ ചോരയാടിയാലും അറിയില്ല. 1 2 3 ഗോ. ഓടിപൊളി. ഐ ആം വെയിറ്റിംഗ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിലും കൊള്ളും. ഞാൻ വെയിറ്റിംഗ് ഇല്ല, ഞാൻ പോവാ കിട്ടിയതും കൊണ്ട്. ഓക്കെ, ദിനേശ ചാട്ടയടി പാട്ടില്ല, പോയി മര്യാദ കൊണ്ടിട്ട് പറഞ്ഞു. അടികൊള്ളാൻ പറ്റിയ ഡ്രസ് കേട്ടോ, കോസ്റ്റ്യൂം. താറാവിന് കളർ അടിച്ചേക്കണ. ഹലോ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ തല്ലാൻ പാടില്ല. അതിന് നിന്നെ ഇഷ്ടമുണ്ടെന്ന് ആരാ പറഞ്ഞേ? എനിക്ക് ഇഷ്ടമുണ്ടല്ലോ. നിനക്കാ ഇഷ്ടമുള്ള കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരെ തല്ലാൻ പാടില്ല. അങ്ങനെയാണോ? 1 2 3 ഗോ. അത് പേശ കിട്ടുകയും ചെയ്തു. ഇതിപ്പോ കുനിഞ്ഞിട്ട് ചോദിച്ചു വാങ്ങിയതാ. അപ്പോ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഇല്ലാത്ത കാര്യങ്ങള് വീണ്ടും ആവർത്തിച്ചതിന് ഒരു അടിയും കൂടെ കൊടുക്കാം. കുനിയാൻ പാടില്ല. മുട്ടണെങ്കിൽ അത് പറഞ്ഞാ പോരാ. വെയിറ്റിംഗ് മാത്രം നടക്കുള്ളൂ. പോരെ പോരെ. ഷാരൂഖ് 1 2 3 ഗോ. അയ്യോ ഷാഫി, എനിക്ക് എന്നാ പോയി ഇങ്ങനെ ഒരു അടി അടിക്കാൻ? ഏത് പയ്യൻ? വാർഡിൽ റൗണ്ട്സിന് വന്ന സൂര്യകിരൺ ഡോക്ടർ സൂര്യകിരൺ വാർഡിൽ റൗണ്ട്സിന് വന്നതാണ്. ഡോക്ടർ അടി കൊണ്ടിട്ടുണ്ടോ? വേലക്കാരന്റെ കയ്യിൽ നിന്ന് കൊച്ചമ്മ അടി മേടിക്കുന്നു. ആദ്യ അടി അതുക്കപ്പുറം പേച്ച്. 1 2 3 എവിടാ മാറി കിടക്കി. അടുത്ത് വരാൻ പോകുന്നത്
ജെമിനി സർക്കസിന്റെ ഓണർ. അദ്ദേഹത്തിന്റെ ആട്ടുകളിൽ വെച്ച് വരുന്നതാണ് അടിക്കാൻ വേണ്ടി. ഓക്കെ, നോബി ചെല്ലടാ. ജെമിനി സർക്കസിന്റെ മോലാളി മോലാളി ജെമിനി അല്ല അല്ല, ആ സ്ഥാപനം ഞാൻ പറഞ്ഞു. ഞാനത് നോബിക്ക് വിറ്റ്. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് വേണ്ട ആ സ്ഥാപനം. ഇല്ല, ആ സ്ഥാപനം നിങ്ങൾ തന്നെ ഏറ്റെടുത്തു. അത് പൊളിച്ചു കേട്ടോ. അളിയൻ വാളിയ, അളിയാൻ വാളിയാന്ന്. എനിക്ക് ഈ പുരാവസ്തുക്കളൊക്കെ വലിയ ഇഷ്ടമാണ്. ശരിയാ നീയാ. മോൻ കണ്ടപ്പോ എനിക്കൊരു ചെറിയ സങ്കടം ഉണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ അടിക്കത്തുള്ളൂ. അതെനിക്കറിയാം. കറക്റ്റ് തുരുമ്പ് പിടിച്ച ലിഗമെന്റിന്റെ ഓക്കെ, ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത്. ആര് രക്ഷോട്ട്? ഒറ്റ അടിക്ക് 2 പക്ഷികളാണ്. വാ. അതെ അതെ അതെ. വത്സരവട്ടം ബൈഗ മത്സരപക്കം വൈകി അടിക്കാൻ വരുന്നത് അങ്ങനെ വേണോ? 2 പേർ ഒരുമിച്ച് അടിക്കണം. നിങ്ങൾ വേണ്ട, 2 പേരെയും ഒരാൾക്ക് അടിക്കാം. ഒരാള് ഇന്ന് കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? എനിക്ക് ഉച്ചയ്ക്ക് ശേഷം കണ്ണുണ്ട്. അതാണ് മാലക്കണ്ണുണ്ട് കുട്ടി, മാലക്കണ്ണുണ്ട്. സന്ധ്യ കഴിഞ്ഞാൽ അവന് കണ്ണ് കാണില്ല. 1 2 അപ്പൊ അതൊക്കെ കൊണ്ടവർ പോവോ, കൊള്ളാത്തവർ വന്നേക്കുക. പ്രശസ്ത ഗാതികൻ സാംബശിവന്റെ കഥ ആരംഭിക്കുന്നു. എന്റെ കഥയിൽ നായിക അനീഷ്. ഒരപ്സര സുന്ദരവാടിയിലോ ഒരപ്സര സുന്ദരിയാണവൾ. പുഷ്പിത ജീവിതവാടിയിലോ ഒരപ്സര എനിക്കിത് പേടിക്കാൻ വയ്യ. അടിക്ക്. അങ്ങനെ നമ്മുടെ നായിക 14 കഴിഞ്ഞ് 15 കഴിഞ്ഞ് 16 കഴിഞ്ഞ് 17ന്റെ വാതിക്കൽ ഒരു ഒറ്റ നിപ്പാണ്. അങ്ങനെ പുഷ്പിത ജീവിതവാടിയിലോ സുന്ദരിയാണ്. ഇത്രയും പൊക്കിയിട്ട് അടിക്കുന്ന ലോകത്ത് ആദ്യമായിട്ടാണ്. പുഷ്പിത ഇല്ല, ഇനി ആരടിക്കും? 1 2 3 ഗോ. അങ്ങനെ ഈ അടിയോടുകൂടി ബൈബിൾ നാടകം അവസാനിച്ചു. താങ്ക് യു. ഏതായാലും എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്നതിന് മുമ്പ് നേരത്തെ നമ്മളൊരു ബെസ്റ്റ് എക്സ്പ്രഷന് ഒരു സമ്മാനം കൂടെ കൊടുത്തില്ല. അതുപോലെ ഇവിടുന്ന് രണ്ടാമതൊരു ചാൻസ് കൊടുത്തിട്ടും പെട്ടെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഒരു എക്സ്പ്രഷൻ ഇട്ടത്. നമ്മുടെ ഷാഫിക്കയ്ക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. വരൂ. അപ്പൊ ആ സമ്മാനം നമുക്ക് അല്ലേ? ഈ സമ്മാനാണോ? അതിന്റെ കൂടെ 2 രക്തചന്ദ്രത്തിന്റെ കഷ്ണം കൂടി കിട്ടിയാൽ തയ്ച്ച് തേച്ച് പിടിക്കും. ഒരു സെക്കൻഡ് ചാൻസ് തന്നപ്പോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഇത് ചെയ്തതിനാണ്. കൺഗ്രാറ്റുലേഷൻ. 2 കൈ കൊണ്ടും 2 കൈ വാങ്ങിനട ഷാബിയുടെ. ഹാപ്പി ബർത്ത്ഡേ. സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് സമയം പോയതേ അറിഞ്ഞില്ല. ഒരു എവർഗ്രീൻ, ഒരു ക്ലാസി എപ്പിസോഡ് എന്ന് പറയണം. ഷീലാമ്മയുടെ വിശേഷങ്ങൾ കേട്ടിട്ട് നമുക്ക് മതിയായില്ല. പക്ഷെ എന്താ ചെയ്യുക, എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. എന്തായാലും ഷീലാമ്മ ഇനിയും നമ്മുടെ എപ്പിസോഡ്സിൽ ജോയിൻ ചെയ്യുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം സ്റ്റാർ മാജിക്. ഗുഡ് നൈറ്റ്.